നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 17 വരെയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇഫ് എ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനായ ടാൻ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഐ ഈസ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഓർഡർ 2 ഉള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ആൻഡ് ഷോ ദാറ്റ് ഈ കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഐ പ്ലസ് എ ഈസ് ഈക്വൽ ടു ഐ മൈനസ് എ ഇൻറ്റു ഈ മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് ഐ എം കൺസിഡറിങ് എൽ എച്ച് എസ് എന്താണ്? ഐ പ്ലസ് എ ആണ് നമ്മുടെ എൽ എച്ച് എസ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ഐ എന്താണ്? ഇറ്റ് ഈസ് 1001. ഇത് പ്ലസ് തന്നിരിക്കുന്ന നമ്മുടെ മെട്രിക്സ് 0 tan alpha by 2 tan alpha by 2 0. ഇതാണ് തന്നിരിക്കുന്ന മെട്രിക്സ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേ 1 + 0 1 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം മൈനസ് tan alpha by 2 തന്നെ കിട്ടും. ഇവിടെയും ആഡ് ചെയ്യുമ്പോൾ tan alpha by 2 കിട്ടും. പിന്നെ 1 + 0 1 ആണ്. ഓക്കെ, അപ്പോൾ 1 മൈനസ് tan alpha by 2 tan alpha by 2 1. ഇതാണ് നമ്മുടെ എൽ എച്ച് എസ് കിട്ടുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ വാല്യൂ എന്തിന് ഈക്വൽ, ഈ മെട്രിക്സ് എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആർ എച്ച് എസ് ഒന്ന് എഴുതാം. ആർ എച്ച് എസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു ഐ മൈനസ് എ ഉണ്ട്. ഐ മൈനസ് എ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് ഐ മൈനസ് എ? ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി. ദിസ് ഇസ് ഐ. ഇതിന് വരെ ഇവിടെ ഈ പ്ലസിൻ്റെ വരെ ഇത് മൈനസ് ആണെന്ന് ഓർത്തിട്ട് ചെയ്തേ. 1 മൈനസ് 0. 1 മൈനസ് 0 ഇസ് വാട്ട്? 1 ഇറ്റ് സെൽഫ്. പിന്നെ 0 മൈനസ് tan alpha by 2. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. സോ tan alpha by 2 എന്നാകും. ആൻഡ് 0 മൈനസ് tan alpha by 2 is minus tan alpha by 2. 1 മൈനസ് 0 is 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐ മൈനസ് എ. ഞാൻ ഡയറക്റ്റായിട്ട് എഴുതിയിരിക്കുകയാണ്. ഐ മൈനസ് എ ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇൻറ്റു വിച്ച് മെട്രിക്സ്? തന്നിരിക്കുന്ന മെട്രിക്സ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, ഇത് രണ്ടും കൂടെ നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈക്വൽ ടു എൽ എച്ച് എസ് എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഒരു tan alpha by 2 അല്ലെ ടാൻ ഫങ്ഷനുള്ള ഒരു മെട്രിക്സ് നമുക്ക് ആൻസറിൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോസ് ആൽഫ സൈൻ ആൽഫ ഒക്കെ ഉള്ള ഈ മെട്രിക്സിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യും? നമ്മൾ കഴിഞ്ഞ വർഷം അതായത് +1 പഠിച്ച ഒരു കാര്യമാണ്. വി നോ ദാറ്റ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. ഇവിടെ ഈ തീറ്റയ്ക്ക് പകരം നമുക്കിവിടെ വേണ്ടത് കോസ് ആൽഫയാണ് അല്ലെ കോസ് തീറ്റയാണ്. ഈ ആംഗിള് ആൽഫ അല്ലെങ്കിൽ തീറ്റ ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷനിൽ അത് 2 തീറ്റയാണ്. അപ്പം നമുക്ക് ഈ 2 തീറ്റയെ എങ്ങനെ തീറ്റയാക്കാൻ പറ്റും? ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? 2 തീറ്റയെ എങ്ങനെ തീറ്റയാക്കാൻ പറ്റും? വി നീഡ് ടു റീപ്ലേസ് ഈ ദിസ് തീറ്റ ബൈ തീറ്റ ബൈ 2. നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. റീപ്ലേസ് തീറ്റ ബൈ 2. അപ്പോൾ തീറ്റ ബൈ 2 ആകുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ടു ഇൻറ്റു തീറ്റ ബൈ 2 എന്നാകത്തില്ലേ? അപ്പോൾ 2ഉം 2ഉം ക്യാൻസലായി പോകത്തില്ലേ? അപ്പോൾ ഈ കോസ് 2 തീറ്റ എന്തായിട്ട് മാറും? കോസ് തീറ്റ ആയിട്ട് മാറും. അതാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. അതെന്താകും? തീറ്റ ബൈ 2 ആകും. ഇനി 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താകും? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 ആകും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു ഫോർമുലയുണ്ട്.
കഴിഞ്ഞ വർഷം പഠിച്ചൊരു ഫോർമുല. അതെന്തായിരുന്നു? നമ്മളിപ്പോൾ കോസിൻ്റെയാണ് എഴുതിയത്. ഇനി സൈനിൻ്റെ ഫോർമുല എന്തായിരുന്നു? കണക്റ്റിംഗ് വിത്ത് ടാൻ തീറ്റ, സൈൻ 2 തീറ്റ is equal to 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. ഇവിടെയും നമുക്ക് 2 തീറ്റയാണ് വരുന്നത്. പക്ഷേ 2 തീറ്റ നമുക്ക് വേണ്ട, നമുക്ക് തീറ്റ മതി. അതുകൊണ്ട് തന്നെ റീപ്ലേസ് തീറ്റ, നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്, റീപ്ലേസ് തീറ്റ ബൈ 2 എന്ന് ആക്കും. അപ്പം നമ്മുടെ സൈൻ 2 തീറ്റ എന്തായിട്ട് മാറും? സൈൻ തീറ്റ ആയിട്ട് മാറും. 2 ടാൻ തീറ്റയ്ക്ക് വരും തീറ്റ ബൈ 2 ആകും. ഇവിടെയും 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഈ 2 കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഈ മെട്രിക്സ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആർ എച്ച് എസ് എന്തായിട്ട് മാറും? 1 ടാൻ ആൽഫ ബൈ 2 മൈനസ് ടാൻ ആൽഫ ബൈ 2 1 ഇൻറ്റു കോസ് ആൽഫയ്ക്ക് പകരം നമ്മൾ എന്തെഴുതും? ഇത് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞേ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയ്ക്ക് പകരം ആൽഫ കൊടുത്താൽ പോരെ. സോ നമുക്ക് കിട്ടും 1 മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. ഇനി സൈനിൻ്റെ എന്താണ്? മൈനസ്, ഞാനിവിടെ മൈനസ് ഇട്ടത് ഇവിടെ മൈനസ് സൈൻ ആൽഫ ആയതുകൊണ്ടാണ്. മൈനസ് ടാൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. ആ മെട്രിക്സ് തീർന്നിട്ടില്ല. ഇനി എന്താ വരിക? സൈൻ ആൽഫ. സൈൻ ആൽഫയുടെ വാല്യൂ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയണം. 2 ടാൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. അടുത്ത ടേം ഇസ് കോസ് ആൽഫ. അപ്പോൾ കോസ് ആൽഫയുടേത് ഇത് വെച്ച് കമ്പയർ ചെയ്ത് പറയാം. 1 മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, നമുക്ക് അങ്ങനെ ചെയ്ത് മാറ്റണം. അപ്പോൾ എന്ത് വരുമെന്ന് നിങ്ങൾ നോക്കുക. 1 ഇൻറ്റു ഈ ടേം എന്താ വരുന്നത്? ഈ ടേം തന്നെ വരും അല്ലേ? പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ഇത്രയും. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റേഴ്സ് 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ആണ് രണ്ടിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഇത് 1 ഇൻറ്റു ദിസ് ടേം പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ദിസ് ടേം. അപ്പോൾ എന്തായിരിക്കും വരിക? 1 മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 പ്ലസ് 2 ടാൻ ആൽഫ ബൈ 2 എന്ന് നമ്മുടെ ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ ആ ടേമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. which is equal to 1 minus tan square alpha by 2 plus 2 tan square alpha by 2. ഡിനോമിനേറ്റർ എന്തായിരുന്നു? 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ആയിരുന്നു നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ A11 നമുക്ക് കിട്ടി. ഇനി അടുത്തത് we need to multiply this first row with second column. അപ്പോൾ നോക്കിക്കേ, 1 ഇൻറ്റു ഈ ടേം എന്ന് പറഞ്ഞാൽ ഈ ടേം തന്നെ കിട്ടും, പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ഈ ടേം. അപ്പോൾ എന്താ പറയുക? ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു 1 ഇസ് ടാൻ ആൽഫ ബൈ 2 മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ഈ ടേം. ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടാൻ ക്യൂബ് ആൽഫ ബൈ 2. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഈ റോയും ഈ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? മൈനസ് 2 ടാൻ ആൽഫ ബൈ 2 പ്ലസ് ടാൻ ആൽഫ ബൈ 2 മൈനസ് ടാൻ ക്യൂബ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞ് ന്യൂമറേറ്ററിൽ കിട്ടും.
minus 2 tan alpha by 2 plus tan alpha by 2 minus tan cube alpha by 2 divided by നമ്മുടെ ഡിനോമിനേറ്റർ എന്തായിരുന്നു 1 plus tan square alpha by 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത രണ്ട് ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ റോയും ഈ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ഈ ടേം, അതായത് ഈ മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു 1ഉം ചെയ്യണം, മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം ചെയ്യണം. അപ്പോൾ എന്താ നമുക്ക് വരുന്നത്? ആദ്യം ആ ടേം എഴുതാം. മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു 1 മൈനസ് ടാൻ ആൽഫ ബൈ 2 എന്ന് വരും. ദെൻ മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. പിന്നെ ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ടാൻ ക്യൂബ് ആൽഫ ബൈ 2 ആകും. സോ അവിടെ എന്തായിരിക്കും വരുന്നത്? പ്ലസ് ടാൻ ക്യൂബ് ആൽഫ ബൈ 2 എന്ന് വരും. കഴിഞ്ഞിട്ടില്ല, ഒരു ടേമും കൂടെ ഉണ്ട്. ഇതേ ഈ മെട്രിക്സിനെ ഈ കോളം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഞാനിപ്പോൾ ഈ ഫസ്റ്റ് ടേം വെച്ചിട്ട് ഇതിനെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ. ഇനി എന്ത് ചെയ്യണം? 1 ഇൻറ്റു ഇത് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2 ടാൻ ആൽഫ ബൈ 2 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 അല്ലേ? പ്ലസ് 2 ടാൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റർ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. അതെല്ലാത്തിനും കോമൺ ആണ്. ഇനി ഒരു ടേമും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അതായത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഈ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ മൈനസ് ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ഈ ടേം. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. 2 ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ടാൻ ആൽഫ ബൈ 2 ഈസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പോൾ 2 ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് വരും. 2 ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തുള്ളൂ. ഇനി 1 ഇൻറ്റു ഈ ടേം ചെയ്യണം. അപ്പോൾ എന്ത് വരും? നമുക്ക് ഈ ടേം വരും അല്ലേ? ന്യൂമറേറ്റർ വരുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 പ്ലസ് 1 മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. ഡിനോമിനേറ്റർ എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ വരുന്നത്. ഇനി നോക്കിക്കേ, ഈ ടേമിൽ ഈ ന്യൂമറേറ്റർ ഒന്ന് നോക്കിക്കേ. ഇവിടെ ഒരു മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്തായിരിക്കും വരിക? ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് വരും. അപ്പോൾ അവിടെ ഒരു 1 ഉണ്ട് ഓൾറെഡി, പ്ലസ് അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ആണ്. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഈ ടേം നോക്കിക്കേ. ഇവിടെ ഒരു മൈനസ് 2 ടാൻ ആൽഫ ബൈ 2 ഉണ്ട്, ഒരു ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? മൈനസ് ടാൻ ആൽഫ ബൈ 2 എന്ന് വരും. മൈനസ് ടാൻ ആൽഫ ബൈ 2 എന്ന് വരും. അവിടെ ഒരു ടേം കിടപ്പുണ്ട്. അതെന്താണ്? മൈനസ് ടാൻ ക്യൂബ് ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി. ഇനി ഇതൊന്ന് കൂട്ടി നോക്കിക്കേ. ഇവിടെ എന്താ വരിക? ഇവിടെ ഒരു ടാൻ ആൽഫ ബൈ 2യുടെ ടേം ഉണ്ട്, ഇവിടെ ഒരു ടാൻ ആൽഫ ബൈ 2ൻ്റെ ടേം ഉണ്ട്. അപ്പോൾ മൈനസ് ടാൻ ആൽഫ ബൈ 2 പ്ലസ് 2 ടാൻ ആൽഫ ബൈ 2 എത്രയാണ് വരിക? ടാൻ ആൽഫ ബൈ 2 എന്ന് വരും. അതിൻ്റെ കൂടെ ഒരു ടാൻ ക്യൂബ് ആൽഫ ബൈ 2 കിടപ്പുണ്ട് ബൈ അവർ ഡിനോമിനേറ്റർ. എഗെയിൻ അടുത്തതായി ഇവിടെ ഒരു 2 ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. രണ്ടും കൂടെ കൂട്ടുമ്പം ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് വരും. ഒരു 1 അവിടെ ഉണ്ട്. നമ്മുടെ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഈ ടേമിൽ
ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം അല്ലേ, രണ്ടും കൂടെ ക്യാൻസലായി പോകുമല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്തുവരും? 1 വരും. അതേപോലെ തന്നെ ഇവിടെയും ഇത് തന്നെയാണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേം. അപ്പോൾ ഇവിടെയും നമുക്ക് ക്യാൻസലായി പോയി കഴിയുമ്പോൾ 1 വരും. സോ അത് ഞാൻ റീപ്ലേസ് ചെയ്യുവാണ്. ഇത് 1 ആകും. ഇനി ഇവിടുത്തെ ടേമിൽ, അതായത് ഈ ടേമിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തോട്ട് എടുക്കാൻ പറ്റും? രണ്ടിനകത്ത് ഒരു മൈനസ് കോമൺ ഉണ്ട് ആൻഡ് ഓൾസോ ഒരു ടാൻ ആൽഫ ബൈ 2ഉം കോമൺ ഉണ്ട്. അപ്പോൾ മൈനസ് ടാൻ ആൽഫ ബൈ 2 കോമൺ എടുത്തു. ബാലൻസ് ഇവിടെ ഒരു മൈനസ് ടാൻ ആൽഫ ബൈ 2 പുറത്തോട്ട് എടുത്ത് അവിടെ 1 അല്ലേ വരുള്ളൂ. ബാലൻസ് 1 മൈനസ് എടുത്തു. അപ്പോൾ അത് പ്ലസ് ആയി. ടാൻ ക്യൂബിൽ നിന്ന് ഒരു ടാൻ പോയാൽ ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ ഈ ടേമിൽ നിന്നും വി ക്യാൻ ടേക്ക് എ ടാൻ ആൽഫ ബൈ 2 ഔട്ട്സൈഡ്. ടാൻ ആൽഫ ബൈ 2 പുറത്തെടുത്തു. ബാലൻസ് ഫസ്റ്റ് ടേമിൽ ആരുണ്ട്? ഇവിടെ നിന്ന് ടാൻ ആൽഫ ബൈ 2 പോയാൽ 1. ഓക്കെ, പ്ലസ് ടാൻ ക്യൂബിൽ നിന്ന് ഒരു ടാൻ പോയാൽ ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. ദെൻ ഇവിടുത്തെ വാല്യൂ 1 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു ഡിനോമിനേറ്റർ എഴുതിയിട്ടില്ല. ദാറ്റ് ഈസ് 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. സി ഇവിടെ ഇത് 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ആണ്. അതേ ടേം തന്നെ ഡിനോമിനേറ്ററിലും ഉണ്ട്. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസലാക്കി കളയാം. ബാലൻസ് ഇവിടെ ഒരു മൈനസ് ടാൻ ആൽഫ ബൈ 2 വരും. സോ അവർ മെട്രിക്സ് വിൽ ബിക്കം 1 മൈനസ് ടാൻ ആൽഫ ബൈ 2. ഇത് 1 വരും. ഇവിടെ എന്താ വരിക? ഇവിടെയും ഒരു 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ ഒരു 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. ഈ രണ്ട് ടേംസും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ we will get tan alpha by 2. tan alpha by 2. സി ഇതാണ് നമുക്ക് RHS മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. ഇത് തന്നെയായിരുന്നോ നമ്മുടെ LHS എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് റോ 1 മൈനസ് ടാൻ ആൽഫ ബൈ 2 ആണ്. യെസ്, നമ്മുടെ LHS ഇതായിരുന്നു. 1 മൈനസ് ടാൻ ആൽഫ ബൈ 2 ഫസ്റ്റ് റോ. സെക്കൻഡ് റോ ടാൻ ആൽഫ ബൈ 2 1 ആണ്. യെസ്, ടാൻ ആൽഫ ബൈ 2 1. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മുടെ LHSും കിട്ടിയത്. ഹെൻസ് അവർ റിസൾട്ട് ഇസ് വെരിഫൈഡ്. LHS ഇസ് ഈക്വൽ ടു RHS. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് I ഈസ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. നമുക്ക് ഈ കാര്യമായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അതിനുവേണ്ടി ആദ്യം ഐഡൻറ്റിറ്റി മെട്രിക്സും തന്നിരിക്കുന്ന A എന്ന് പറയുന്ന മെട്രിക്സും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടി. പിന്നെ ഇതവിടെ തന്നെ നമ്മൾ നിർത്തി. നമ്മൾ പിന്നെ കൺസിഡർ ചെയ്തത് RHS ആയിരുന്നു. ഈ രണ്ട് മെട്രിക്സസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം I മൈനസ് A കണ്ടുപിടിച്ചു. അതാണ് ഈ മെട്രിക്സ്. ഇൻറ്റു തന്നിരിക്കുന്ന ഈ കോസും സൈനും ഉള്ള മെട്രിക്സ് എടുത്ത് എഴുതി. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ രണ്ട് മെട്രിക്സസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ LHSലോട്ട് എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ +1 പഠിച്ച രണ്ട് ഐഡൻറ്റിറ്റീസ്, രണ്ട് പ്രോപ്പർട്ടീസ് എടുത്ത് എഴുതി. കോസ് 2 തീറ്റയുടെയും സൈൻ 2 തീറ്റയുടെയും. പക്ഷെ എന്നിട്ടും വന്നില്ല. അപ്പം നമ്മൾ തീറ്റയെ തീറ്റ ബൈ 2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് കോസ് തീറ്റയും സൈൻ തീറ്റയുടെയും വാല്യൂസ് നമുക്ക് കിട്ടി. അതെന്ത് ചെയ്തു? നമ്മൾ ആ ഇക്വേഷനിൽ നേരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇത്രയും വലിയ രണ്ട് മെട്രിക്സസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് വന്നത്. അപ്പോൾ ഓരോ ടേംസ് സെപ്പറേറ്റ് വേണേൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ ചെയ്തതുപോലെ ഒരുമിച്ച് വേണേൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനൊരു മെട്രിക്സ് കിട്ടി. അത് തന്നെയായിരുന്നു നമ്മുടെ LHS. സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 18. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ക്വസ്റ്റ്യൻ നമ്പർ 19. 19th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ ട്രസ്റ്റ് ഫണ്ട് ഹാസ് 30,000 that must be invested in 2 different types of bonds. അപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ ഫണ്ട് ടോട്ടൽ 30,000 രൂപയാണുള്ളത്. അത് 2 ടൈപ്സ് ഓഫ് ബോണ്ട്സിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്ര രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ദ ഫസ്റ്റ് ബോണ്ട് പേയ്സ് 5% ഇൻട്രസ്റ്റ് പെർ ഇയർ.
അതുപോലെ തന്നെ സെക്കൻഡ് ബോണ്ട് 7% ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഡിറ്റർമിൻ ഹൗ ടു ഡിവൈഡ് ₹30,000. അപ്പോൾ ഈ 30,000 എന്ന് പറയുന്ന എമൗണ്ട് രണ്ട് ബോൺസിലായിട്ട് രണ്ട് ബോൺസിലായിട്ട് കൊടുത്തു. പക്ഷേ എത്ര എമൗണ്ടാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ല. ആ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി അവർ തന്നിരിക്കുന്ന കാര്യം ഇഫ് ദ ട്രസ്റ്റ് ഫണ്ട് മസ്റ്റ് ഒബ്റ്റെയിൻ ആൻ ആനുവൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓഫ്, അപ്പോൾ രണ്ട് സബ് പാർട്സ് ഉണ്ട് ആ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ട്രസ്റ്റ് ഫണ്ടിന് ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് ആദ്യം 1,800 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ 30,000 എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തു എന്നും, അതുപോലെ തന്നെ ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് 2,000 ആണെങ്കിൽ ഈ 30,000 എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തു എന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 30,000 സപ്പോസ് ബോണ്ട് 1 നമ്മൾ എക്സ് ആണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാച്ചുറലി അതിൻ്റെ ബാലൻസ് 30,000 മൈനസ് എക്സ് ആയിരിക്കുമല്ലോ രണ്ടാമത്തെ ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് എടുത്ത് എഴുതണം. അതേപോലെ ഇൻട്രസ്റ്റിൻ്റെയും ഡേറ്റ വെച്ചിട്ടൊരു മെട്രിക്സ് എഴുതുക. ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഓരോ വാല്യൂ ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെയ്യാം. ലെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഫസ്റ്റ് ബോണ്ട്. അപ്പോൾ ആദ്യത്തെ ബോണ്ടിൽ ₹X ആണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ ഇതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ സെക്കൻഡ് ബോണ്ട്, രണ്ടാമത്തെ ബോണ്ടിൽ അപ്പോൾ നാച്ചുറലി എന്തായിരിക്കും 30,000 മൈനസ് എക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് മെട്രിക്സസ് വേണം. ലെറ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെട്രിക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെട്രിക്സ് എക്സ്, അടുത്ത എമൗണ്ട് എന്തായിരുന്നു 30,000 മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് എടുക്കുക. ഇനി അടുത്ത അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതായിരുന്നു, ഇൻട്രസ്റ്റിൻ്റെ കാര്യം. ആദ്യത്തെ ബോണ്ടിൽ 5% ഇൻട്രസ്റ്റ്, അതായത് 5/100. ഇനി രണ്ടാമത്തെ ബോണ്ടിൽ 7% ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് 7/100. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്കൊരു മെട്രിക്സ് ആയിട്ട് എടുത്തെഴുതണം. ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് മെട്രിക്സ് ഒരു റോ മെട്രിക്സ് ആയിട്ട് എടുത്തെഴുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് മെട്രിക്സ് ബിയെ നമുക്കൊരു കോളം മെട്രിക്സ് ആയിട്ട് എടുത്തെഴുതാം. 5/100, 7/100 അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. രണ്ട് മെട്രിക്സസ് ഇപ്പോൾ എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളം നമ്പർ, അതായത് രണ്ടാമത് കിടക്കുന്ന നമ്പറും ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോ നമ്പറും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഒന്ന് റോ ആയിട്ട് എഴുതുവാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്തത് കോളമായിട്ട് എഴുതണം. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് ആണ് അവർ തന്നിരിക്കുന്നത്. ആൻഡ് വി നോ ദാറ്റ് ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പെർ ബോണ്ട്. ഒരു ബോണ്ടിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇൻറ്റു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നിരിക്കുന്നത് ഈ ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് 1,800 ആകുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുക. ഇൻട്രസ്റ്റ് പെർ ബോണ്ട് ഇൻറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു തിരിച്ച് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെട്രിക്സ് എന്തായിരുന്നു, എക്സ് 30,000 മൈനസ് എക്സ്. ഇതേ ഇൻറ്റു നമ്മൾ നോർമലി ചെയ്യുന്നത് റോ ഇൻറ്റു കോളം ആയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെട്രിക്സ് ആദ്യം എടുത്ത് എഴുതിയത്. ഇതിങ്ങനെ തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ഇൻട്രസ്റ്റ് പെർ ബോണ്ടിൻ്റെ മെട്രിക്സ് 5/100, 7/100 ആയിരുന്നു. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ദിസ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു 5/100 പ്ലസ് 30,000 മൈനസ് എക്സ് ഇൻറ്റു 7/100 നമുക്ക് കിട്ടും.
നമ്മുടെ LHS 1800 ആണ്. X ഇൻറ്റു 5/100 ഇസ് 5x/100 പ്ലസ് 7/100 ഇൻറ്റു 30,000 മൈനസ് എക്സ്. അപ്പോൾ നോക്കിക്കേ, 5x/100 പ്ലസ് 7 ഇൻറ്റു 30,000. അപ്പോൾ എത്ര വരും? 21040 വരും. ഡിവൈഡഡ് ബൈ 100 മൈനസ് 7x/100 എന്ന് വരും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. സോ നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 5x മൈനസ് 7x പ്ലസ് 21000 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഇസ് ഈക്വൽ ടു 1800 എന്ന് വരും. അപ്പോൾ ഇവിടെ ദിസ് 100 ഇൻറ്റു 1800 ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 180,000 ഈക്വൽ ടു 5x മൈനസ് 7x എത്രയാണ്? മൈനസ് 2x പ്ലസ് 21000. സോ ഇതിൽ നിന്ന് നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? 2xൻ്റെ വാല്യൂ കിട്ടും. 2x ഇസ് ഈക്വൽ ടു 21000 നിന്ന് ആരെ മൈനസ് ചെയ്യണം? 180,000 മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 30,000 എന്ന് കിട്ടും. സോ ഇഫ് 2x ഇസ് ഈക്വൽ ടു 30,000, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് x? x ഇസ് ഈക്വൽ ടു 15,000 എന്ന് വരും. x ഇസ് ഈക്വൽ ടു 15,000 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ ബോണ്ടിൽ എക്സ് അല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അത് നമുക്ക് 50,000 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് 30,000 മൈനസ് എക്സ് ആയിരുന്നു. അതായത് 30,000 മൈനസ് 15,000 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ₹15,000. അപ്പോൾ ഇത് ഫസ്റ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇത് സെക്കൻഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഇതിന് വേറൊരു പാർട്ടും കൂടെ ഉണ്ട്. നമ്മുടെ 1800ൻ്റെ പ്ലേസിൽ 1800ൻ്റെ പ്ലേസിൽ ആര് വരും? ₹2000 വരും. അതായത് ആനുവൽ ഇൻട്രസ്റ്റ് 2000 ആകുമ്പോൾ എന്താണെന്ന്, അതായത് നമ്മളിപ്പോൾ ചെയ്ത അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ഈ പൊസിഷനിൽ വെച്ച് മാറ്റിയാൽ മതി. ഇവിടെ 1800ന് പകരം നമുക്ക് ആരെ കൊടുക്കണം? 2000 കൊടുത്താൽ മതി. ഇവിടെ വെച്ച് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എനിവേ നമുക്ക് ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 5x മൈനസ് 7x പ്ലസ് 21,000 അല്ല 2 lakh. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 5x മൈനസ് 7x പ്ലസ് 21,000 4 zeros ആയിരുന്നു. 21,000 ഡിവൈഡഡ് ബൈ 100 100 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2000 ഇങ്ങനെ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 5x മൈനസ് 7x ഈസ് മൈനസ് 2x പ്ലസ് 21,000 എന്ന് വരും. യെസ്, അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത്? മൈനസ് 2x ഇസ് ഈക്വൽ ടു മൈനസ് 21,000. ഇത് ചെയ്യുമ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു 10,000 എന്ന് വരും. അതായത് എക്സിൻ്റെ വാല്യൂ അപ്പോൾ എന്താ? 10,000 അല്ല, മൈനസ് 10,000 എന്ന് വരും. ഇതാണല്ലോ വലുത്. മൈനസ് 10,000. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 10,000 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 5,000 എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് എക്സ് ആയിരുന്നു, ₹5,000. അപ്പോൾ സെക്കൻഡ് ബോണ്ടിൽ 30,000 മൈനസ് 5,000 എന്ന് പറയുന്നത് 25,000 നമുക്ക് വാല്യൂ കിട്ടും.
സെക്കൻഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. സോ ഇത് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഒരു ട്രസ്റ്റ് ഫണ്ട് 30,000 rupees ആയിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അത് 2 ബോണ്ട്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ആദ്യത്തെ ബോണ്ടിൽ 5% ഇൻട്രസ്റ്റും രണ്ടാമത്തെ ബോണ്ടിൽ 7% ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 30,000 rupees ഓരോ ബോണ്ടിലും എത്ര രൂപ വെച്ചായിരിക്കും ഇട്ടിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അവർ തന്നിട്ടുണ്ട്. ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് 2 പാർട്സായിട്ടായിരുന്നു. ആദ്യത്തേത് 1,800 ആകുമ്പോൾ ഈ 30,000 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു എന്നും, അതുപോലെ തന്നെ ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് 2,000 ആകുമ്പോൾ 30,000 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു എന്നുമായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ ഓരോ ആ ഫണ്ടിലെയും പെർ ഇയറിലുള്ള ഇൻട്രസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്നറിയാം. അപ്പോൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മെട്രിക്സ് ആദ്യം എടുത്ത് എഴുതി. ഇനി ഇൻട്രസ്റ്റിൻ്റെ ഒരു മെട്രിക്സ് എടുത്ത് എഴുതി. ദെൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം 1,800 കൊടുത്തു. ദെൻ അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30,000 ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ബോണ്ട് സെക്കൻഡ് ബോണ്ടിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. നേരത്തെ 1,800 ഇട്ട പ്ലേസിൽ 2,000 കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന്. അപ്പോൾ ഫസ്റ്റ് ബോണ്ടിൽ ₹5,000 സെക്കൻഡ് ബോണ്ടിൽ 25,000 നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 19. Again, next question is question number 20. 20th question is also a statement problem. See, ഇതാണ് question number 20 വരുന്നത്. The bookshop of a particular school has 10 dozen chemistry books, 8 dozen physics books and 10 dozen economic books. ഓക്കെ, അപ്പോൾ ഒരു സ്കൂളിലെ ബുക്ക് ഷോപ്പിൽ ഉള്ള കെമിസ്ട്രി ബുക്സിൻ്റെയും ഫിസിക്സ് ബുക്സിൻ്റെയും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെയും എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 10 ഡസൻ 8 ഡസൻ എന്നൊക്കെയാണ് തന്നിരിക്കുക. നമുക്കറിയാം ഒരു ഡസനിൽ എത്ര എണ്ണം ഉണ്ടാകും? 12 എണ്ണം ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ കെമിസ്ട്രി ബുക്സിൻ്റെ നമ്പർ എത്രയായിരിക്കും? 10 × 12 ചെയ്യുക, 120 എന്ന് വരും. അതുപോലെ തന്നെ 8 × 12 ചെയ്യുക, ഇവിടെയും 10 × 12 ചെയ്യുക. അതൊരു മെട്രിക്സ് ആയിട്ട് എടുത്ത് എഴുതുക. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. 80, 60, 40 അങ്ങനെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ദ ബുക്ക് ഷോപ്പ് വിൽ റിസീവ് ഫ്രം സെല്ലിംഗ് ഓൾ ദ ബുക്സ് യൂസിങ് മെട്രിക്സ് ഓൾജിബ്ര. അപ്പോൾ ഈ ബുക്സ് എല്ലാം വിറ്റ് കഴിയുമ്പോൾ ആ ബുക്ക് ഷോപ്പിന് കിട്ടുന്ന ആ ടോട്ടൽ സെല്ലിംഗ് പ്രൈസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇവിടെ അവർ തന്നിരുന്ന കാര്യം നമ്പർ ഓഫ് കെമിസ്ട്രി ബുക്സ് തന്നിരിക്കുന്നത് 10 ഡസൻ എന്നാണ്. സോ 10 × 12 ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. ഇതുപോലെ തന്നെ ഫിസിക്സ് ബുക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സ് ബുക്സ് അവർ തന്നിരിക്കുന്നത് 8 ഡസൻ ആണ്. സോ 8 × 12 = 96. ആൻഡ് സിമിലർലി എക്കണോമിക്സിൻ്റെ കാര്യം തന്നിട്ടുണ്ട്. അതും 10 തന്നെയായിരുന്നു, 10 ഡസൻ. 10 × 12 = 120 എന്ന് കിട്ടും. അപ്പോൾ ഓരോ ബുക്സിൻ്റെയും ടോട്ടൽ നമ്പർ കിട്ടി നമുക്ക്. ഇനി ഇത് നമുക്കൊരു മെട്രിക്സ് ആയിട്ട് എടുത്തെഴുതണം. ലെറ്റ് എ എന്ന് പറയുന്നത് എ ഡിനോട്ട് ദ മെട്രിക്സ് ദാറ്റ് റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ബുക്സ് പെർ സബ്ജക്റ്റ് ആണെങ്കിൽ, ബുക്സ് പെർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിട്ട് നമുക്കൊരു റോ ആയിട്ട് തന്നെ എഴുതാം. 120, 96, 120. ഓക്കെ, ഇനി അവർ പറഞ്ഞത് സെല്ലിംഗ് പ്രൈസ് ആണ്. തന്നിരുന്ന സെല്ലിംഗ് പ്രൈസ് ഇറ്റ് ഈസ് 80, 60 ആൻഡ് 40. 80, 60, 40 ആണ്. 80, 60, 40. അപ്പോൾ ഇവിടെ നമ്മൾ റോ ആയിട്ട് എഴുതിയത് കൊണ്ട് അടുത്തത് നമുക്ക് കോളം ആയിട്ട് എഴുതാം. ലെറ്റ് ബി എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബുക്സ് ആണ് കേട്ടോ. സെല്ലിംഗ് പ്രൈസ് ഓഫ് ബുക്സ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോളം വൈസ് എഴുതാം. 80, 60, 40. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട്. സ്കൂളുകാർക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഒരു ബുക്കിന് 80 രൂപയാണ്. നമ്മൾ അങ്ങനത്തെ 100 ബുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യും? 80 × 100 ചെയ്യും. അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് ബുക്സിൻ്റെ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന മെട്രിക്സും ഇത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബുക്സുമാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടണമെങ്കിൽ ഈ രണ്ട് മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബുക്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ദാറ്റ് ഇസ് ഇവിടെ എന്താ വരിക നമുക്ക്? വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മെട്രിക്സ് ബി 120 96 120 ഇൻറ്റു 80 60 40. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 120 × 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × 8 ദാറ്റ് ഇസ് 96 ആണ്, 20. ഇനി പ്ലസ് 96 × 60 96 × 60 6 × 6 36 5760 എന്ന് വരും. ഇനി 120 × 40 ചെയ്യുക. 12 × 4 48 ആണ്. അപ്പം 4800 എന്ന് വരും. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 20160 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ഇത്രയും എമൗണ്ടാണ് നമ്മുടെ സ്കൂളിന് ഈ 3 സബ്ജക്ട്സിൻ്റെ ബുക്സ് സെല് ചെയ്തപ്പോൾ കിട്ടിയത്. എന്താ ചെയ്തത്? ആദ്യം നമ്മൾ നമ്പർ ഓഫ് ബുക്സിൻ്റെ ഒരു മെട്രിക്സ് എഴുതി. ഇനി സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, അതിൻ്റെ വേറൊരു മെട്രിക്സ് എഴുതി. നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടോട്ടൽ എമൗണ്ട് ആയിരുന്നു ചോദിച്ചിരുന്നത്. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ആ രണ്ട് മെട്രിക്സസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ₹20160 എന്ന് കിട്ടി. ആൻഡ് ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 21നും 22നും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എക്സ് വൈ ഇസഡ് ഡബ്ല്യു പി ആർ മെട്രിസസ് ഓഫ് ഓർഡർ. അപ്പോൾ ഓരോന്നിൻ്റെ ഓർഡർ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് എടുത്തെഴുതാം. ഈ 21നും 22നും കോമൺ ആയിട്ടാണ് തന്നിരിക്കുക. ചൂസ് ദ കറക്റ്റ് ആൻസർ ഇൻ എക്സസൈസ് 21 ആൻഡ് 22. അപ്പോൾ തന്നിരിക്കുന്ന കാര്യം 5 മെട്രിസസ് തന്നിട്ടുണ്ട്. എക്സ് വൈ ഡബ്ല്യു പി ഇസഡ്. എക്സിൻ്റെ ഓർഡർ 2/n ആണ്. വൈയുടെ ഓർഡർ 3/k എന്ന് തന്നിട്ടുണ്ട്. ഡബ്ല്യുയുടെ ഓർഡർ n/3 ആണ്. ആൻഡ് പിയുടെ ഓർഡർ p/k ആണ്. ആൻഡ് സിമിലർലി ഫോർ ഇസഡിൻ്റെ ഓർഡർ 2/p ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. ഇനി 21 ക്വസ്റ്റ്യൻ നമ്പർ 21ൽ വി നീഡ് ടു ഫൈൻഡ് ദ റെസ്ട്രിക്ഷൻ ഓൺ n, k ആൻഡ് p. അപ്പോൾ n, k, p ഇതിൻ്റെയൊക്കെ റെസ്ട്രിക്ഷൻ അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കാര്യം എന്താ? py + wy ഡിഫൈൻഡ് ആയിരിക്കണം. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലൊക്കെ ഡിഫൈൻ ചെയ്യണമെങ്കിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ജസ്റ്റ് നമുക്ക് py + wy ഒന്ന് എഴുതി നോക്കാം. നമുക്ക് വേണ്ടത് py + wy ആണ്. അതിന് മുമ്പായിട്ട് പിയുടെ ഓർഡർ p/k അല്ലേ, വൈയുടെ ഓർഡർ എന്താണ്? 3/k ആണ്. അപ്പോൾ p × y അല്ലെങ്കിൽ py ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കോളം നമ്പറും പിയുടെ കോളം നമ്പറും വൈയുടെ റോ നമ്പറും സെയിം ആയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? k = 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് wyയുടെ കാര്യം ഒന്ന് എഴുതാം. ഡബ്ല്യുയുടെ ഓർഡർ n/3 ആണ്. ആൻഡ് വൈയുടെ ഓർഡർ 3/k ആണ്. ഇതിലിതാ ഈ രണ്ടാമത്തെ ആൾ, അതായത് ഇതും സെയിം ആണ്, 3 തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് wy എന്ന് എഴുതിയത്. അപ്പോൾ കിട്ടുന്ന നമ്മുടെ wy എന്ന് പറയുന്ന മെട്രിക്സ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന wy എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഇതേ/k എന്നായിരിക്കില്ലേ? അതായത് wയുടെ റോ നമ്പറും വൈയുടെ കോളം നമ്പറും ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്നത് n/k എന്നായിരിക്കും wyയുടെ ഓർഡർ കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് p
പി വൈയുടെ ഓർഡർ എന്താ കിട്ടുക? പി വൈയുടെ ഓർഡർ പി ബൈ കെ എന്ന് കിട്ടും. അതിൻ്റെ ഓർഡർ ഞാൻ എഴുതുകയാണ്, പി ബൈ കെ. വാല്യൂ ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുകയാണ്. പി വൈയുടെ ഓർഡർ പി ബൈ കെ എന്ന് വരും. ആൻഡ് സിമിലർലി ഡബ്ല്യു വൈയുടെ ഓർഡർ നമുക്ക് കിട്ടിയത് എൻ ബൈ കെ എന്ന് കിട്ടി. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. പിയുടെയും വൈയുടെയും ഓർഡേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പി വൈ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ കെ 3ക്ക് ഈക്വൽ ആയിരിക്കണം. അവിടെ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. സിമിലർലി നമ്മൾ ഡബ്ല്യുയും വൈയും നമ്മൾ കൺസിഡർ ചെയ്തു. ഡബ്ല്യുയുടെ ഓർഡർ എൻ ബൈ 3 ആണ്, വൈയുടെ ഓർഡർ 3 ബൈ കെ ആണ്. അപ്പോൾ ഇതിൻ്റെ 3 ഇത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഡബ്ല്യു വൈ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആൻഡ് നമുക്ക് കിട്ടുന്ന ഡബ്ല്യു വൈ എന്ന് പറയുന്ന റിസൾട്ടൻ്റ്, അതായത് ഡബ്ല്യു ഇൻറ്റു മെട്രിക്സ് വൈ, അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? എൻ ബൈ കെ ആയിരിക്കും. അതുപോലെ തന്നെ പി വൈയുടെ ഓർഡർ പി ബൈ കെ ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം, ഈ പി വൈയുടെ ഓർഡർ എന്താണോ അത് ഡബ്ല്യു വൈയുടെ ഓർഡറിന് സെയിം ആയാൽ മാത്രമേ ഈ രണ്ട് മെട്രിക്സും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പി വൈയുടെ ഓർഡർ എന്താണോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു വൈസ് ഓർഡർ. എന്നാൽ മാത്രമേ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനാണ് ദെയർ ഓർഡർ മസ്റ്റ് ബി സെയിം എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? പി ബൈ കെ എന്തായാലും എന്തിന് ഈക്വൽ ആയിരിക്കണം? എൻ ബൈ കെക്ക് ഈക്വൽ ആയിരിക്കണം. രണ്ടാമത്തെ ടേം എന്തായാലും കെ ആണ്. സോ ഇതിൽ നിന്ന് വി ഗെറ്റ് എന്ത് കിട്ടി? പി ഈസ് ഈക്വൽ ടു എൻ എന്ന് കിട്ടി. സോ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. പി ഈസ് ഈക്വൽ ടു എൻ എന്നും ഇവിടെ നമുക്ക് കിട്ടിയത് കെ ഈസ് ഈക്വൽ ടു 3 എന്നും. ഈ രണ്ട് കണ്ടീഷൻസും നമ്മുടെ ഓപ്ഷനിലുണ്ടോ നോക്കാം. P is equal to n and P is equal to n and K is equal to 3. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ, ഫൈൻഡ് ദ ആൻസർ ഓഫ് 22, ക്വസ്റ്റ്യൻ നമ്പർ 22. അപ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ n ഈക്വൽ ടു പി എന്നവർ തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ് 7x മൈനസ് 5z. 7x മൈനസ് 5z എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം എങ്ങനെയായിരിക്കും വരികയെന്ന്. തന്നിരുന്ന കാര്യം 7x മൈനസ് 5z ഓർഡറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് x എന്ന് പറയുന്ന മെട്രിക്സും ഉണ്ട്, z എന്ന് പറയുന്ന മെട്രിക്സും ഉണ്ട്. എക്സിൻ്റെ ഓർഡർ എന്തായിരുന്നു? 2/n ആയിരുന്നു. ഇസഡിൻ്റെ ഓർഡർ എന്തായിരുന്നു? 2/p ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും 7xൻ്റെ ഓർഡറും എന്തായിരിക്കും? 2/n ആയിരിക്കും. ആൻഡ് 5z ഓർഡറും 2/p ആയിരിക്കും. ഇനി നമുക്ക് ഇവരെ രണ്ടുപേരെയും തമ്മിൽ മൈനസ് ചെയ്യണമെങ്കിൽ ഈ രണ്ടുപേരുടെ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പോൾ രണ്ടുപേരുടെ ഓർഡർ എന്താണെന്ന് നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. രണ്ടുപേരുടെ ഓർഡർ സെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും 2/n എന്തിന് ഈക്വൽ ആയിരിക്കണം? 2/pക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാ ഇതിൻ്റെ 7x മൈനസ് 5z, ഈ 7x മൈനസ് 5zൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒന്നെങ്കിൽ ആൻസർ 2/n ആയിരിക്കും, അല്ലെങ്കിൽ 2/p ആയിരിക്കും. അത് രണ്ടും ഏതെങ്കിലും ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. 2/n or 2/p? Yes, 2/n. Option P is correct. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് 3.2 എന്ന് പറയുന്ന എക്സസൈസ് തീർന്നു. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ട്രാൻസ്പോസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.